ഞാനിന്ന് ഉണ്ടാക്കാൻ പോണത് ഒരു നല്ല ടേസ്റ്റുള്ള പൈനാപ്പിളും ഏത്തപ്പഴവും കൂടി ചേർന്ന ഒരു മിക്സഡ് ഫ്രൂട്ട് ജാമാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് പൈനാപ്പിൾ, ഏത്തപ്പഴം, പഞ്ചസാര, എസൻസ്, പൈനാപ്പിൾ എസൻസ്, ഇത്ര സാധനങ്ങളാണ് നമുക്ക്. അപ്പോൾ പൈനാപ്പിൾ ചെത്തി അരിഞ്ഞെടുക്കാം. പഴം നമ്മൾക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കാം. പുഴുങ്ങാനുള്ളതാണ് നമുക്ക്. നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇനി അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. നമുക്കിത് ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുത്ത് അടച്ചു വെച്ച് വേവിക്കാം. കുക്കറിന് വിസിൽ വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് വെച്ച് ഒരു 5 മിനിറ്റ് വേവിക്കാം. നമ്മൾ വേവിച്ച് വെച്ച ഫ്രൂട്ട്സ് തണുത്തിട്ടുണ്ട്. നമുക്ക് ഇനി അത് അരച്ചെടുക്കാം. പൾപ്പ് റെഡിയായിട്ട് നമുക്കതൊരു ഉരുളിയിലേക്ക് ഒഴിക്കാം. നമുക്ക് പൾപ്പ് കത്തിച്ച് അടുപ്പത്ത് വെച്ച് കത്തിച്ച് ശരിയാക്കാം. നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. 1 കിലോ പഞ്ചസാരയാണ് നമ്മൾ എടുത്തത്. ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിത് ഇളക്കി കൊടുക്കാം. നമ്മൾ വീട്ടിൽ നമുക്ക് കഴിക്കാനല്ലേ എല്ലാം കൊടുക്കാനോ സൂക്ഷിച്ച് വയ്ക്കാനൊക്കെ ആണെങ്കിൽ ഇത്തിരി കളർ ചേർത്താൽ നല്ല ഭംഗി കിട്ടും. ഇളക്കിക്കൊണ്ടിരിക്കണം തുടർച്ചയായിട്ട്. അത് ശരിക്കും മിക്സായിട്ട് ശരിയായിട്ട് വരുള്ളൂ. ഒരു 15 മിനിറ്റ് അടുപ്പത്ത് വെച്ച് ഒന്ന് കുറുകി നന്നായിട്ട് വരുമ്പോഴത്തേക്കും നമ്മളൊരു പ്ലേറ്റ് എടുത്തിട്ട് അതിലേക്ക് ഒരു തുള്ളി ഒന്ന് ഇങ്ങനെ ഇട്ട് നോക്കുക. ഇട്ട് നോക്കിയിട്ട് ഈ പ്ലേറ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചരിക്കുമ്പോഴത്തേക്കും അത് ഒഴുകി പോണില്ലെങ്കിൽ അത് തന്നെ പാകം. നമുക്കത് അടുപ്പ് ഓഫ് ചെയ്യാം നേരത്ത്. അപ്പോൾ ഇത് പോണില്ല. അപ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം. എസൻസ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ജാം റെഡി ആയിട്ടുണ്ട്. നമുക്കതൊരു കുപ്പിക്കകത്തേക്ക് പകർത്താം. നമ്മുടെ ജാം റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം.